എന്ന് പറയുന്നത്. എന്നാൽ മുഹമ്മദിന്റെ സ്വഭാവം പിൻപറ്റുന്ന കുറെ ആൾക്കാരുണ്ട്, കുറെ ആവാസന്മാര്, തെറി പറയുക, അനാവശ്യങ്ങൾ പറയാം, ഇല്ലാ കഥകൾ പറയാം. അവരെ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. അവരോടാണ് ഞങ്ങൾ ഈ ഈ ആശയ സംബന്ധമായിട്ട് വഴക്കുണ്ടാക്കുന്നത്. പിന്നെ മുഹമ്മദിനെ ഞാൻ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാര്യം മുഹമ്മദ് അതുപോലെ പഴത്തൊരു ജീവിതം നയിച്ചൊരാളാണ്. അപ്പൊ നാസറിന് ഇനി മുഹമ്മദ് പഠിപ്പിച്ച കാര്യങ്ങളും മുഹമ്മദ് ചെയ്ത കാര്യങ്ങളും മാനുഷികവും നല്ലതുമാണെന്നൊന്ന് തെളിയിക്കാമോ നാസർ ബ്രദറെ? ചുമ്മാ എന്തേലും പറഞ്ഞത്, എന്തേലും പറയുന്നത് ഞങ്ങൾക്ക് താല്പര്യം. മാനസികമാണ്. മുഹമ്മദിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നിനോ അതൊക്കെ മാനസികമാണ്. കുറച്ച് ശബ്ദത്തിൽ ഒന്ന് സംസാരിക്കണേ, കുറച്ച് സൗണ്ടിൽ. അജി പാസ്റ്റർ പറഞ്ഞ പോലെ 85% വിശ്വാസികളല്ല, 15% ഉള്ളൂ എന്നല്ല. അതായത് മുഹമ്മദിന്റെ ഏത് കാര്യമാണ് നല്ലതെന്ന് പറയുന്നത്? എല്ലാം മാനുഷികമാണെന്ന് പറഞ്ഞു. മുഹമ്മദ് ചെയ്ത കാര്യങ്ങൾ, മുഹമ്മദ് പഠിപ്പിച്ച കാര്യങ്ങൾ ഏതെങ്കിലും മനുഷ്യന് പിൻപറ്റാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ ഏതെങ്കിലും? ഇന്ന് ലോകത്ത് 200 കോടി മുസ്ലിങ്ങളുണ്ട്. ആ 200 കോടി മുസ്ലിങ്ങളും ഏകദൈവമായ അള്ളാഹുവിനെയും അന്ത്യപ്രവാചകനെ അത് കളാം. ഏകദൈവം അള്ളാഹു ഒക്കെ പോട്ടെ, അത് കളാം. ഞങ്ങൾ പറയുന്നത് ഈ ഏകദൈവത്തില് നാസർ ബ്രദറെ, നാസർ ബ്രദറെ, നിങ്ങള് ഒരു കാര്യം കൂടെ പറയുന്നത് കേക്കെ. ഈ ഏകദൈവം അള്ളാഹു എന്ന് പഠിപ്പിച്ചിട്ട് സ്വന്തം സഹോദരനെയും മറ്റുള്ളവരെയും കഴുത്ത് വെട്ടാനോട് അള്ളാഹു പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുന്നതിനകത്ത് ഒരു അർത്ഥം ഇല്ലെന്ന് പറയുന്നത്. ഏകദൈവം എന്ന് പറയുന്നത് എന്താ പറഞ്ഞു? ഞങ്ങളുടെ ബൈബിളിനകത്ത് ഇല്ലെന്നേ. ബൈബിള് നന്നാക്കണ്ട, എന്നാലല്ലേ മറ്റു ഞങ്ങളുടെ ബൈബിളിനകത്ത് ഇല്ലെന്നേ. ഞങ്ങളുടെ ബൈബിളിനകത്ത് ഇല്ലെന്നേ. നിങ്ങളുടെ മുഹമ്മദ് പഠിപ്പിച്ച അത് വെച്ച് ആരെങ്കിലും ബോംബ് പൊട്ടിക്കാനോ കഴുത്തിറക്കാനോ പോകുന്നുണ്ടോ? മുഹമ്മദ് പഠിപ്പിച്ചതാണ്. മുഹമ്മദിന്റെ ബൈബിൾ ആദ്യം നന്നാക്കിയിട്ട് വേണ്ടേ നിങ്ങൾ? ഞങ്ങളുടെ ബൈബിൾ നന്നാകാതെ ഞങ്ങൾ എന്തായാലും ബൈബിളിന്റെ പേര് പറഞ്ഞിട്ട് ആരെയും കഴുത്ത് വിടുന്നില്ല. ഞങ്ങൾ ആരുടെയും കഴുത്തിറക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ബോംബ് പൊട്ടിക്കാൻ പോകുന്നില്ല. ഞങ്ങളെ ഒരു പ്രശ്നം ആർക്കും ഉണ്ടാക്കാൻ പോകുന്നില്ല. അതേ സമയത്ത് മമ്മൂഞ്ഞിന്റെ ഇത് പഠിപ്പിച്ചിട്ട് മുഹമ്മദിന്റെ ആശയം കേട്ടിട്ട് അതെ കഴുത്തിറക്കാനൊന്നും ഞങ്ങൾ പോകുന്നില്ല. അപ്പൊ ഞാൻ പഠിപ്പിക്കലും അള്ളാഹുവിനെ പഠിപ്പിക്കലും തമ്മിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം മുഹമ്മദിന്റെ മനുഷ്യത്വം, സാറുമാർ രണ്ടു മൂന്ന് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്ത സാറുമാരെ. മുഹമ്മദ് പഠിപ്പിച്ച മനുഷ്യത്വം, ഇയാൾ പറയുന്നത് അത് മനുഷ്യത്വമാണെന്നാ പറയുന്നത്. അത് ആ മനുഷ്യത്വം ഇല്ലാത്ത കുറെ പ്രാകൃത പഠിപ്പിക്കലുകൾ ഒന്ന് പറഞ്ഞു കൊടുത്തേ. അന്നേരം അതിന് മറുപടി പറയട്ടെ. അങ്ങനെ പറയുന്നൊന്ന് കേൾക്കട്ടെ. ബൈബിളിനകത്തുണ്ടെന്നും പറഞ്ഞപ്പോഴാരും ഞങ്ങളാരും കഴുത്തിറക്കാൻ പോകുന്നില്ല, ഒരു തെന്റെയും കഴുത്തിറക്കാൻ പോകുന്നില്ല. പിന്നെ ഇയാൾ പറഞ്ഞോട്ടെ, എന്താണ് മുഹമ്മദ് പഠിച്ച നന്മയെന്ന് പറഞ്ഞോട്ടെ. അല്ല, പുള്ളിക്കാരനിക്ക് ചോദിക്കുക ഏകദൈവമാണോ ഏക കല്ലിനെയാണോ? അതെന്താ പുള്ളിക്കാരൻ പറയാത്തത്? ഏകദൈവത്തെ ആരാധിക്കാനല്ല പറഞ്ഞത്, ഏക കല്ലിനെ ആരാധിക്കാനാ പറഞ്ഞത്. അവിടെയും തെറ്റിപ്പോയി ബ്രദറെ. അതിന്റെ ലിങ്കാണ് മുകളിൽ ഇട്ടിരിക്കുന്നത്. ഏക കല്ലിന്, അതായത് ഒരു വലം വെച്ച് കഴിഞ്ഞാൽ 3 പ്രാവശ്യം തക്ബീർ വിളിക്കും. 3 പ്രാവശ്യമോ 7 പ്രാവശ്യമോ വലം വെച്ച് കഴിഞ്ഞാൽ. ഈ നാസറോടെ പോയതാണ്. നാസർ പോയോ? നാസറെ കാണുന്നില്ലല്ലോ. ആരെങ്കിലും താഴെ വിട്ടതാണോ? അറിയത്തില്ല കേട്ടോ. ഇല്ല, നമ്മളാരും വിട്ടില്ല. ഞാൻ വിട്ടിട്ടില്ല, ആരും വിട്ടിട്ടില്ല. നാസർ ഓരം പിടിച്ച് ചെറുകെ ഇറങ്ങി പോയതാ. ഇവിടെ ഇനി കൂടുതൽ നിന്ന് പരിക്ക് പറ്റുമെന്ന് അറിയാം, അതുകൊണ്ട് ഓരം പിടിച്ചങ്ങ് പോയതാ. ഒരു കാര്യം വ്യക്തമായി. ഇപ്പൊ ഇത്രയും നാള് നമ്മൾ മുസ്ലിങ്ങളോട് ചോദിച്ചു മുഹമ്മദിൽ എന്തെങ്കിലും മാതൃകയുണ്ടോ, തൃപ്തികരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ നമ്മൾ ഖുറാനിൽ ഈ വിഷയം അന്വേഷിച്ചില്ല കേട്ടോ. ഖുറാനിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് മുഹമ്മദിൽ തൃപ്തികരമായതൊന്നുമില്ല എന്ന്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തൃപ്തികരമായിട്ട് കാണാനൊന്നുമില്ല എന്ന് ഖുറാനിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ മുസ്ലിങ്ങളോട് ചോദിക്കുന്നതോടൊപ്പം തന്നെ ഖുറാനിലും കൂടെ ഒന്ന് പരതണമായിരുന്നു. നമ്മൾ പരതിയിട്ടില്ലെന്നല്ല, പക്ഷെ ഇപ്പോ ഇത് വായിച്ചപ്പോ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നു. ഖുറാനിൽ ഇത് എഴുതിയിട്ടുണ്ടല്ലോ, ഈ മുഹമ്മദിന്റെ ജീവിതത്തിൽ തൃപ്തികരമായിട്ട്
ഒന്നും കാണില്ല എന്ന് മുഹമ്മദിന്റെ ജീവിതത്തെ നോക്കിക്കാണുന്ന യഹൂദരും ക്രൈസ്തവരും പറയും എന്നുള്ള ഒരു ഉറപ്പ് മുഹമ്മദിന് അല്ലെങ്കിൽ അള്ളാഹുവിനും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അല്ല, ഈ പറഞ്ഞു പോകുന്ന അലിയെ വല്ല തെളിവുണ്ടോ? തെളിവില്ലാതെ ഗീർവാണം അടിക്കല്ലേ. പറഞ്ഞതിനെന്ത് തെളിവുള്ളത്? എന്തിനാണാവോ തെളിവ് വേണ്ടത്? അല്ല, ഇപ്പൊ ഈ പറഞ്ഞതിന് എന്തിനെങ്കിലും തെളിവുണ്ടോ? വെറുതെ തോന്നിയൊക്കെ കോതക്ക് പാട്ടുകാരന്മാര് പാട്ട് പാടി പോലെ തെളിവുണ്ടോ? ഈ പറഞ്ഞ എന്തിനാണ് തെളിവ് വേണ്ടതെന്ന് പറയൂ. അലി ബ്രദറെ, അലി ഇപ്പൊ ഈ ബ്രദറെ, പറഞ്ഞ അലി ബ്രദറെ, ഒരു മിനിറ്റ്. പറഞ്ഞ എന്ത് മുനീറെ, കാര്യത്തിലും മുനീർ, തെളിവുണ്ട്. മുനീർ, 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 എന്ത് മുനീർ, കാര്യം മുനീർ, നീ മുനീർ, ഉണ്ടായിരിക്കും. നീ മുനീർ, ഉണ്ടായിരിക്കും. ഞാൻ മുനീർ, ഇപ്പൊ അലിനോട് സംസാരിക്കാം. നീ മുനീർ, ഉണ്ടായിരിക്കും. മുനീർ, മിണ്ടാതിരി. നീ മിണ്ടാരി. ഞാൻ നിന്റെ അലിയോടാണ് സംസാരിക്കുന്നത്. നീ ഒരു മിനിറ്റ്, മിണ്ടാതിരി. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, മിണ്ടാതിരി. ഞാൻ ഒരു മിനിറ്റ്, അലിയോടാണ് സംസാരിക്കുന്നത്. നീ മിണ്ടല്ലേ. താഴെട്ടോ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. അത് താഴെട്ടോ. മുനി- മുനീറെ 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 ജെർസൺ ജെർസൺ എന്ന് പറഞ്ഞ ആള് ഒരു മോഡറേറ്റർ ആണ്. അന്നേരം പുള്ളി പറഞ്ഞ കേൾക്കണം താൻ. ഇല്ലല്ല, ഇവിടെ ചാടിക്കലും ഇവിടെ കിടന്ന് കുറയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇല്ല ബ്രദറെ, ഇല്ല ബ്രദറെ, കുഴപ്പമില്ല. ഇവിടെ ഇരിക്കുന്ന സ്പീക്കർ പാനലിൽ ഇരിക്കുന്നവർക്ക് റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുന്നവര് ദയവ് ചെയ്ത് ഇതിനകത്തോട്ട് കയറരുത്. താങ്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വന്ന് സംസാരിക്കുകയോ നമ്മൾ അതിനുള്ള ആൻസർ പറയാം. തെളിവ് വേണമെങ്കിൽ തെളിവ് തരാം. അല്ലാതെ ഗീർവാണോ നീയും ബേടയും വാടയും പോടയൊക്കെ അത് മദ്രസയിൽ പോയി നിങ്ങളുടെ ഉസ്താദന്മാരോടേക്ക് സംസാരിച്ചോളാം. ഈ റൂമിനകത്ത് ഇത് നടക്കത്തില്ല. ഇനി ഞങ്ങൾക്ക് മുനീർ നന്നായി ഇവിടെ സംസാരിക്കുന്നവർക്ക് ക്ലാസ് ചിന്തിക്കാം. ജർഷൻ, ഇനി നമുക്ക് അദ്ദേഹം നന്നായി സംസാരിക്കും, നല്ല കുട്ടിയായി സംസാരിക്കുന്നു ചിന്തിക്കാം. വിളിച്ചാലോ? ഇനി വിളിക്കാം ബ്രദറെ, കുഴപ്പമില്ല. അത് പറഞ്ഞിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഒരാളോട് ഇറക്കി. ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ തന്നെ വിളിക്കാം. മുനീറെ, ഒരു മിനിറ്റ്. സംസാരിക്കുമ്പം റെസ്പെക്ട് സംസാരിക്കുക. താങ്കൾക്ക് അലി ബ്രദറെ എന്ത് സംസാരിച്ച് അത് ഏതിന്റെ വാക്യത്തിന്റെ റെഫറൻസ് ആണ് വേണ്ടത്, ആ വാക്യത്തിന്റെ കറക്റ്റായിട്ട് ചോദിക്കുക. അതിനുള്ള ആൻസർ കിട്ടും. അല്ലാതെ എടാ വാടാ പോടാ വിളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മദ്രസയിൽ വെച്ചാൽ മതി. ഓക്കെ, സംസാരിച്ചോ. ഈ ഇടയിൽ കയറി സംസാരിക്കലല്ല. അല്ലെങ്കിൽ താഴെ ഇടയിൽ കയറേണ്ട വന്നു കഴിഞ്ഞാൽ ഇടയിൽ കയറിയിരിക്കും. കയറിയിട്ടല്ല, അത് കഴിഞ്ഞിട്ടാ സംസാരിക്കുക. അതറിയില്ല. ആ മര്യാദ റെസ്പെക്ട് ഇല്ലാതെ ഈ റൂമിനകത്ത് സംസാരിക്കാൻ പറ്റില്ല. ജർസന ഒരു സെക്കൻഡ്. താങ്കൾ ഹലോ മുനീർ ഒരു സെക്കൻഡ്. ഹലോ മുനീർ, താങ്കളാണ് അലിപ്പാസ്റ്റർ സംസാരിച്ചതിനിടയ്ക്ക് കയറി സംസാരിച്ചത്. മനസ്സിലായോ? ഞാൻ അലിപ്പാസ്റ്റർ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ചാൻസ് തന്നാണ്. ഹലോ കേക്ക്. ഹലോ, താങ്കളൊന്ന് വാ കൊണ്ടുപോ. ഒരു സെക്കൻഡ്. താങ്കൾ പറയുന്നത് കേക്ക്. താങ്കൾ ഇവിടെ കയറി വന്നു. താങ്കൾ ഇവിടെ കയറി വന്നു. മൈക്ക് ആദ്യമേ അങ്ങ് ഓപ്പൺ ചെയ്തു. അലിപ്പാസ്റ്റർ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടാണ് നിങ്ങൾ ചെയ്തത്. അതാണ് മര്യാദ ഇല്ലായ്മ. മനസ്സിലായോ? ചെയ്തിട്ട് ഒരാൾ വന്നപ്പോൾ സംസാരിക്കല്ലേ ചോദിച്ചിട്ട് അതിനാണ് ശേഷം സംസാരിച്ചത്. താങ്കളൊന്ന് വെയിറ്റ് ചെയ്യ്. താങ്കൾക്ക് അവസരം തരും. ഞങ്ങൾ പറയുന്നത് കേൾക്കുക. ഞങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കുക. മനസ്സിലായോ? ഇടയിൽ കയറുന്നതിന്റെ കാരണം ഒന്നുകൂടെ പറഞ്ഞേക്കാം ബ്രദർ. ഒരു മിനിറ്റ്. ഇടയിൽ കയറുന്നതിന്റെ കാരണം ഇവിടെ ഇരിക്കുന്ന സ്പീക്കർ പാനലിൽ ഇരിക്കുന്നവരെ റെസ്പെക്ട് ഇല്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇനി സംസാരമില്ല, ഇനി താഴെ കളയത്തേ ഉള്ളൂ. അത് നിങ്ങൾ ഉത്തരം മുട്ടിയാ കൊല്ലം കണ്ട സ്വഭാവം നിങ്ങൾക്ക് പണ്ടേണ്ട്. അത് കുഴപ്പമില്ല. അത് പണ്ട് മുഹമ്മദ് അങ്ങനെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ജയ്ഷൻ ബ്രദർ എക്കിബ്രദർ എടുത്തോ. അല്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കട്ടെ. പ്രത്യേകതയാണ് അത് എനിക്കറിയാം. വിട്. മുനീർ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കേ. മുനീറിന് ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കേ. ചോദ്യം തന്നെ ചോദിച്ചത് ഈ അലി പറഞ്ഞതിന് എന്തെങ്കിലും റെഫറൻസോ തെളിവുണ്ടെങ്കിൽ വെക്കാന്ന് ഞാൻ പറഞ്ഞത്. അതേ പറഞ്ഞത്. ഇവിടെ നിന്നാണ് തെളിവില്ലാതെ തോന്നി മുഴുവൻ പറയല്ലേ ചെയ്യുന്നത്. അതിന് തെളിവ് എന്താ ഉള്ളത്? പറയാം, ഒരു ഉദാഹരണം പറയാം. അതായത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഖുറാനിൽ അലിയാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ അലി പറയട്ടെ. അതാ ഞാൻ പറഞ്ഞേ. അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ഈ പറയുന്നേ. അദ്ദേഹം പറഞ്ഞു തൗഹീദ് ഖുറാനിൽ ഇല്ല. അപ്പൊ അലി പറയട്ടെ തെളിവ്. എക്കിപ്പ് അല്ല പറയേണ്ടത്, അലിയാണ് സംസാരിച്ചത്. അപ്പൊ അലി പറയട്ടെ. അദ്ദേഹം പറഞ്ഞാൽ എന്താണ്? ഖുർആനിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്.
അദ്ദേഹം അതിനൊരു മറുപടി അവരും പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് അലിപ്പാസ് മറുപടി കിട്ടിയാ പോരെ, മുനീറെ നിങ്ങൾക്ക് തെളിവും മറുപടിയും കിട്ടിയാ പോരെ. അതെ അല്ല, മുനീറിനോട് അലിപ്പാസ്റ്റ് തന്നെ സംസാരിക്കും. നിങ്ങളൊന്ന് അടങ്ങ്. അതായത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. തൗഹീദ് എന്നത് ഖുറാനിൽ ഇല്ല, അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയത്ത് കൊണ്ട് പോരെ. തൗഹീദ് എന്നുള്ളത് ഖുറാനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആയത്ത് കൊണ്ട് പോരെ. ശരി, അലിപ്പാസ് ഇവിടെ പറഞ്ഞു തൗഹീദ് എന്നുള്ളത് ഖുറാനിൽ ഇല്ല. മുനീറെ, ഇല്ലാത്ത അങ്ങനെ ഒരു ആയത്ത് ഇല്ലെന്ന് പറഞ്ഞു. മുനീർ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, മുനീറിന് ഖുറാൻ അറിയാമെങ്കിൽ മുനീർ തൗഹീദ് എന്നുള്ള പദം ഖുറാനിൽ നിന്ന് കൊണ്ടുവരേ പറ്റുമോ? അലിക്ക് എന്താ പറയാൻ ഭയണ്ടോ? അലിക്ക് അറിയാതെയാണ് അലി മുനീറെ, അലിപ്പാസ് സംസാരിക്കും. ഞാൻ സംസാരിക്കാം. മുനീറെ പറയും, തൗഹീദ് എന്നൊരു വാക്ക് ഖുർആനിൽ ഉണ്ടെങ്കിൽ ആയത്ത് പറ. ഞാൻ അങ്ങോട്ടാണ് തെളിവ് വെക്കാൻ പറഞ്ഞ് ഇങ്ങോട്ടാ ചോദ്യം ചോദിക്കുന്നത്. എന്ത് മര്യാദയാണ്? ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുക. ഞാനാ പറഞ്ഞ ഇതുവരെ അലി പറഞ്ഞ് തെളിവ് വെക്കാൻ പറയുമ്പോ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുക. ഇത് എവിടുത്തെ പരിപാടിയാണ് അലി? എന്റെ മുനീറെ, നിങ്ങൾ പൊട്ടനാണോ പൊട്ടൻ കളിക്കുകയാണോ? അലിപ്പാസ്റ്റ് പറഞ്ഞ അങ്ങനെ ആയത്തില്ലെന്ന്. ഇല്ലാത്ത ആയത്തെ പുള്ളി എവിടുന്ന കൊണ്ടുവരുന്നേ? മുനീറെ, ഖുറാനിൽ അങ്ങനെ ആയത്തില്ല. ഇല്ലാത്തത് എങ്ങനെയാ കൊണ്ടുവരുന്നേ? അലി പറയണ്ടേ? ഇല്ലാത്ത സാധനം എവിടെന്നാ മുനീറെ കൊണ്ടുവരുന്നേ? അലിപ്പാസ്റ്റ് പറഞ്ഞത് ഖുറാനിൽ തൗഹീദ് ഇല്ല. ഇനി നിങ്ങൾ പറയാണ് ഉണ്ട്. അപ്പൊ ഈ ഉണ്ടെന്ന് പറഞ്ഞവൻ കൊണ്ടാ, ഇല്ലാന്ന് പറഞ്ഞവൻ എങ്ങനെയാ കൊണ്ടുവരണേ? അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഹലോ, അഹദല്ല, തൗഹീദ്. മാറ്റില്ലേ. അഹദ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. കേറണത് രണ്ടാളും കേറണ്ട, ഒരാൾ ഉത്തരം പറഞ്ഞാൽ മതി. രണ്ടാളും കേറണ്ട, ഒരാൾ പറഞ്ഞാൽ മതി. ഞാൻ അവസാനിപ്പിച്ചിട്ട് പറഞ്ഞാലും മതി. അല്ല, എന്നോട് ആരാ സംസാരിക്കേണ്ടത്? നീയല്ല തീരുമാനിക്കുന്ന ഈ റൂമിൽ ആര് സംസാരിക്കണമെന്ന് ആദ്യമേ പറഞ്ഞു. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കണമെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. മര്യാദ സംസാരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് ബ്രദറെ. മുനീറുടെ മോഡറേറ്റ് ചെയ്യണ്ട. ഇവിടെ ആളുണ്ട്, മനസ്സിലായോ? ഇവിടെ ആളുണ്ട്. താഴെ മൈക്ക് മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ പിടിച്ച് താഴെ കളയും. താഴെ മൈക്ക് മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ പിടിച്ച് താഴെ കളയും. തനിക്ക് ഇതിന്റെ ആൻസർ കേൾക്കണോ? തനിക്ക് എന്ത് വിളിച്ചു പറയാൻ പറ്റില്ല. അലിപ്പാസ്റ്റ് എടുത്തോ. അല്ല, അലിപ്പാസ്റ്റ് എടുക്കട്ടെ. അലിപ്പാസ്റ്റ് എടുക്കട്ടെ. പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളി ഓടാനുള്ള വഴി നോക്കുന്നതാ. മുനീർ ഓടാൻ വേണ്ടി നോക്കുക. മുനീർ ഓടാൻ വേണ്ടിയിട്ട് നോക്കുക. അലിപ്പാസ്റ്റ് എടുത്തോ. പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. പുള്ളിക്ക് ഓടാൻ വേണ്ടി ഒരു അവസരം നോക്കുക പുള്ളി. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞു തുടങ്ങിയത് തൗഹീദ് എന്ന ഒരു വാക്ക് ഖുർആനിലില്ല. ഖുർആനിൽ എവിടുന്ന കോപ്പി അടിച്ച് കൊണ്ടുവന്ന് ഖുർആനിൽ പറഞ്ഞതാണ് ഈ തൗഹീദ് എന്നൊരു വാക്ക്. തൗഹീദ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ മുനീർ പറഞ്ഞൊരു കുൽ പറയുക, കുൽ ഹു അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതാണ് എന്ത് ചെയ്യുന്നത്? അവര് സാധാരണ കൊണ്ടുവരുന്നതായ ഒരു കാര്യം. ഇത് അഹദ് എന്നുള്ളൊരു വാക്ക് ഒരിക്കലും ഏകൻ എന്നുള്ള അർത്ഥമല്ല. 85ഓളം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മുസ്ലിം പണ്ഡിതൻ. മുനീറുമുണ്ട്, മിണ്ടാതിരിക്കെ പറഞ്ഞു തീർന്നതിന് ശേഷം മുന്നോട്ട് പറ, അല്ലെങ്കിൽ താഴെ വിടും, മിണ്ടാതിരിക്കെ. ആലിപ്പാസ്റ്റ് പറഞ്ഞു, പുള്ളി ഇവിടുന്ന് കേക്കട്ടെ. താഴെ വിടും. അപ്പോ 85ലധികം പ്രാവശ്യം അഹദ് എന്നുള്ള വാക്ക് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മുസ്ലിം പണ്ഡിതന്മാര് പറയുന്നത്. ഈ പറഞ്ഞ അഹദ് എന്നുള്ള വാക്കിന് വ്യക്തമായ അർത്ഥം 1000-ൽ ഒരുവനെന്നോ അല്ലെങ്കിൽ 360-ൽ ഒരുവനെന്നോ നമ്മളിൽ ഒരുവനെന്നോ കൂട്ടത്തിൽ ഒരുവനെന്നോ അവരിൽ ഒരുവനെന്നോ എന്നുള്ള അർത്ഥമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഖുർആൻ ആദിയോടന്തം 1 മുതൽ 113 അധ്യായം നമ്മൾ വായിച്ചാൽ
അവിടെ ഏക ദൈവത്തെ കുറിച്ച് പറയുന്നതായ കാര്യങ്ങളില്ല. മനസ്സിലായോ? പല ഭാഗങ്ങളിലും നമ്മൾ അത് വായിക്കുന്നത് അങ്ങനെയല്ല. വാസ്തവത്തിൽ അറിയാത്തതായ ചില കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ നോക്കാം 38:5. അവിടെ എന്താ പറയുന്നത്? അറബികളെ അല്ലെങ്കിൽ ഈ ഖുറൈശികളായ അല്ലെങ്കിൽ മറ്റ് അറബികള്, ഇപ്പൊ ഈ 12 ഗോത്രം ഉണ്ടായിരുന്നല്ലോ, ഈ അറബികൾ പറയുന്നത് ഇവൻ പല ദൈവങ്ങള് ഒറ്റ ദൈവമാക്കി മാറ്റിയിരിക്കുകയാണോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പല ദൈവങ്ങള്. മനസ്സിലായോ? അവിടെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? വാഹിദൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുക. അപ്പൊ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഖുർആനിൽ ഏക ദൈവ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഇല്ല. പല ദൈവങ്ങളെ. പിന്നെ അടുത്തത് നമ്മൾ വായിക്കുന്നത് വരാം 23:14. 23:14 എന്താ നമ്മൾ വായിക്കുന്നത്? അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു. അപ്പോൾ ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ നല്ലതും ഉണ്ട്, നല്ലതല്ലാത്തതും ഉണ്ട് സൃഷ്ടികർത്താവ് എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല സൃഷ്ടികർത്താവ് 23:14 അനുഗ്രഹപൂർണനാകുന്നു. ഇവിടെയും ഏകദൈവത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, ബഹുദൈവത്തെ കുറിച്ചാണ്. അപ്പൊ ഖുർആൻ ആദ്യോടെന്ന് നമ്മൾ പരിശോധിച്ചാൽ ഏകദൈവ സിദ്ധാന്തമല്ല ഖുർആനിൽ പഠിപ്പിക്കുന്നത്, അനേകിൽ ഒരു ദേവനെ കുറിച്ചാണ്. അത് 360 ദേവീദേവന്മാരെയായിരുന്നു അറബികൾ ആരാധിച്ചിരുന്നത്. ആ 360 ദേവീദേവന്മാരിൽ അള്ളാഹുവിന് പെൺമക്കളായ ദേവീദേവന്മാരെല്ലാം തല്ലിത്തകർത്ത് ഖുറൈശി ഗോത്രത്തിന്റെ ദേവനായ അള്ളാഹുവിനെയും നമ്മൾ ഇന്നിവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന അജറുൽ അസ്വദ് എന്ന് പറഞ്ഞ 8 പീസായി മാറിയ ഈ കല്ലിനെയും മാറ്റി നിർത്തി അള്ളാഹുവിനെ ഏകദൈവമാക്കി. മുഹമ്മദ് പറഞ്ഞു കുൽ ഹുവല്ലാഹു അഹദ്, അവൻ ആരാണ്? സിട്ടാവാണ്, അവനല്ലാതെ വേറെ ആരുമില്ല. അത് പറഞ്ഞത് തന്നെ തെറ്റാണ്. ആ ഭാഗങ്ങളിൽ മൊത്തം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പറഞ്ഞത് തന്നെ തെറ്റായിട്ടാണ് നമുക്ക് ഖുർആനിൽ ആദ്യോടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പൊ ഏക സിദ്ധാന്തം എന്ന് പറയുന്നത് ഖുർആനിൽ ഇല്ല എന്നുള്ളതാണ് വ്യക്തമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അള്ളാഹു ഏകനല്ല. അള്ളാഹുവിനെ നമ്മൾ വായിച്ചതുപോലെ അള്ളാഹുവിന് എന്തുണ്ടെന്ന് അറിയാമോ? ഉയരമുണ്ട്, പല രൂപങ്ങളുണ്ടെന്ന് പറയുന്നു അള്ളാഹുവിന്. പ്രകൃതി തന്നെയാണ് ഒന്നാമത്. പ്രകൃതി ദൈവം, ബൈബിളിലെ ഏക ദൈവം ആത്മാവാണ്. മനസ്സിലായോ? എന്നാൽ ഖുർആനിലെ ദൈവം ആത്മാവല്ല എന്നാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഖുർആനിലെ അള്ളാഹുവിന് നീളുണ്ടെന്ന് പറയുന്നു. സഹീഹുൽ ബുഖാരി 504 പറയുക അള്ളാഹുവിന് നീളുണ്ട്. ബൈബിളിൽ ഏക സത്യ ദൈവത്തിന് നീളൊന്നുമില്ല. മനസ്സിലായോ? ഏക ദൈവത്തിന് ഉയരമുണ്ട്, അള്ളാഹുവിന് ഉയരമുണ്ട്. സഹീഹുൽ ബുഖാരി, സഹീഹുൽ മുസ്ലിം 6809 അള്ളാഹുവിന് 90 അടി ഉയരമുണ്ടെന്ന് പറയും സഹീഹുൽ മുസ്ലിമില്. മൂന്നാമത്തത് അള്ളാഹു ഒറ്റക്കണ്ണിന് 2 കണ്ണുണ്ടെന്ന് പറയുന്നു. അബൂദാവൂദ് 4306. അപ്പൊ ഈ അള്ളാഹു എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ പോലെ നീളും ഉയരവും 2 കണ്ണുമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് ഖുർആനിലും ഹദീസുകളിലുമാണ് പറയുന്നത്, ഞാൻ പറയുന്നതല്ല. അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ സ്വഭാവത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ മുനീറിന്റെ മേലോട്ട് കയറ്റ്. ഇനി മുനീറിന്റെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം അടുത്ത് നമുക്ക് സംസാരിക്കാം. ഓക്കെ. അലിപാസ്റ്റർ, ഈ 38:5 ഇത് തന്നെയല്ലേ പറയുന്നത്? ഇവൻ പല ദൈവങ്ങളെ ഒരൊറ്റ ദൈവമാക്കിയിരിക്കുകയാണോ? അപ്പൊ ഈ പല ദൈവങ്ങളെ ഒരൊറ്റ ദൈവമാക്കിയതിനെ ഈ വിധത്തിലല്ലേ പറയുന്നത്? തീർച്ചയായിട്ടും. എന്തോ മിൻഹും, സോറി അതല്ല, അജാലൽ ആലിഹിദ ഇലാഹൻ വാഹിദൻ ഇന്ന ഹാദല ഷൈൻ ഉജാബ്. അതെ. തീർച്ചയായിട്ടും.
ഈ പല അപ്പൊ ദൈവങ്ങളെ അവിടെ ഒരൊറ്റ ഏക ദൈവ ദൈവവാക്യങ്ങളുണ്ട്. സിദ്ധാന്തം ഖുർആനിലില്ല. ഖുർആനിലുള്ളതെല്ലാം അനേകരിൽ ഒരുവനായ ദൈവത്തെ ഉയർത്തി കാണിക്കുന്ന ആ സിദ്ധാന്തം മാത്രമേ ഖുർആനിൽ ആദിയോടെന്നും പറഞ്ഞിട്ടുള്ളൂ. അലി ബ്രദറെ, ഒരു ഡൗട്ട്, രണ്ട് കണ്ണാണോ ഒറ്റ കണ്ണാണോ? നമ്മൾ ഇത്രയും ക്ലാസ് പഠിച്ചിട്ടുള്ള ഒറ്റ കണ്ണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒറ്റക്കണ്ണിന് ഇബ്ലീസിനാണ് ഒറ്റക്കണ്ണുള്ളത്. ഓക്കെ, ആ ഒറ്റ കാലിനാണല്ലേ? ആ, അത് അത് രണ്ട് കൈ, ഒരു ഭാഗത്താ. ഇടത്ത് കൈയില്ല അള്ളാഹുവിന്, രണ്ടും വലത്താണ്. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഈ അള്ളാഹുവിനുണ്ട്. പിന്നെ 8 പേര് ചുമന്നുകൊണ്ടാണ് നടക്കുന്ന അള്ളാഹുവിനെ. ഇപ്പൊ നമ്മളൊക്കെ ഈ മറ്റേ റോഡ് ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മള് വയനാട്ടിലും അതുപോലെ നിലമ്പൂര് പല ഏരിയയിലൊക്കെ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാല്, ഞാൻ വളർന്നതൊക്കെ നിലമ്പൂര് ഭാഗത്ത്, അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം. പല അകത്തോട്ടൊക്കെ കാട് പ്രദേശത്തിലൊക്കെ പോയി കഴിഞ്ഞാല് അതിൽ കൂടി ഒന്നും നമുക്ക് പോകാൻ പറ്റില്ല, വാഹന സൗകര്യമൊന്നുമില്ല. അതുപോലെ തന്നെ വൈക്കടവിന്ന് നേരെ തമിഴ്നാട്ടിലൂടെ അങ്ങോട്ട് വയനാട്ടിലേക്കോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൂടെയൊക്കെ കയറുകയാണെങ്കിൽ പലയിടത്തേക്കും പോകാനായിട്ട്. പക്ഷെ അവിടെ ഈ ഹരിജനങ്ങൾ മറ്റുപേര് താമസിക്കുന്നുണ്ട്, കാട്ടുജാതിക്കാരൊക്കെ. അപ്പൊ അവർക്കൊക്കെ രോഗികളായിട്ട് ഉണ്ടെങ്കിൽ റോട്ടിൽ വന്ന് നിൽക്കും വാഹനം. 4 കാലുള്ള ഏതെങ്കിലും ഇതിലാണ് കൊണ്ടുവന്ന് അവരെന്ത് ചെയ്യുന്നത്. ഇതുപോലെ അള്ളാഹുവിനെ 90 അടിയൊക്കെ ഉയരമുള്ളത് കൊണ്ട്, അള്ളാഹുവിനെ 4 പേർക്കൊന്നും ചുമക്കാൻ പറ്റാത്തത് കൊണ്ട് 8 പേര് ചുമന്നുകൊണ്ടാണ് അള്ളാഹുവിനെ നടക്കുന്നത്. ഈ 8 പേര് അന്ന് ഊന്നുകമ്പില്ലായിരുന്നു ബ്രദറെ, ഊന്നുകമ്പില്ലായിരുന്നു, അതുകൊണ്ടാണ് ഒറ്റക്കാരെ കൊണ്ട് അങ്ങനെ നടക്കാൻ പറ്റുന്നത്. അതെ അതെ അതെ. പിന്നെ വേറൊരു കാര്യം കൂടെ, ഈ 8 പേര് ചുമക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഇളകാതിരിക്കാൻ മോശ പിടിച്ചിട്ടുമുണ്ട് 8ന്റെ പുറമെ. അല്ല അല്ല അലിപ്പാസ്റ്ററെ, ഈ 8 പേര് കൂടി ഈ 90 അടി ഇത്രയും ഹൈറ്റ് ഉള്ള ഒരാളെ പൊക്കുമ്പം അത് മിക്കവാറും ചെറിയ ചെറിയ ഉണക്കക്കമ്പോലായിരിക്കില്ല. എന്നാലും ഈ 90 അടി ഹൈറ്റ് ഉള്ള ഒരാളെ 8 പേര് ചേർന്ന് ചുമ്മി കഴിഞ്ഞാൽ പൊക്കാൻ പറ്റുമോ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. എന്നാലും വെയിറ്റ് കാണത്തില്ലേ? വാസ്തവത്തിൽ നമുക്ക് അതിന് ഈ ഇങ്ങനെയുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? മുനീറിനെനിക്ക് ചോദിക്കാം, മുനീറിന്റെ മേലോട്ട് കാണാം. 69:17 പറയുന്നത് സൂറ. അള്ളാഹുവിനെ 8 പേര് ചുമന്നുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെയാ. അപ്പോ അത് 8 പേര് കൊണ്ട് ഈ 90 അടി ഉയരമുള്ള അള്ളാഹുവിനെ, ഈ 90 അടി ഉയരമുള്ള അള്ളാഹുവിനെ 8 പേർക്ക് ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇളകാതിരിക്കാനാണ് മോശ പിടിച്ചിരിക്കുന്നതെന്നും പറയുന്നുണ്ട് അവിടെ. അപ്പൊ നമുക്ക് വ്യക്തമായൊരു ഉത്തരമൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇനി നമ്മുടെ മുനീർ സാഹിബ് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. മുനീറെ മേപ്പറെടുക്കാം. അതുകൊണ്ട് ഇവിടെ കിടന്ന് പിടക്കരുത്, സാവകാശം വേണം. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. കയറി വാ. മുനീർ ഓടി തള്ളിക്കളഞ്ഞ് ഈ കേട്ടന്റെ അണപ്പ് മാറ്റുക. നീ അവിടെ പോയി ഇല്ലല്ല, നമുക്ക് ആർക്കും എടുക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. എക്ക് ബ്രദറെ ഒന്ന് ശ്രമിച്ചു നോക്ക്. അലിപാസ്റ്റെ, ഞാൻ 2 പ്രാവശ്യം വിളിച്ചു, എന്റെ ഇത് കഴിഞ്ഞു. എന്റെയും കഴിഞ്ഞു. അല്ല, പുള്ളിക്കാരൻ പ്രൊഫൈലില് ടച്ച് ചെയ്ത് കയറാം. എത്തിയിട്ടുണ്ട്. മുനീറെ ബഹളം ഉണ്ടാക്കാനാണെങ്കിൽ താഴെ പൊക്കോ ഇപ്പോഴേ. ആളുകള് പിടിച്ച് കെട്ടി തൂക്കി കൊന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നത് നിങ്ങളാണോ? മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടി ആദ്യമേ നീ നടക്കുന്നത്? തെളിവ് വെക്കടാ, നീ ആദ്യമേ തെളിവ് വെച്ചേ. എടാ, അത് പറഞ്ഞുതരാം. ചത്ത് മലന്ന് കടന്ന് അത് പറഞ്ഞുതരാം. അത് കേക്കത്. ചത്ത് മലന്ന് കടന്ന് 3 ദിവസം അവിടെ അഴുകി പുഴുത്ത് മണികണ്ഠനീച്ച ഇങ്ങനെ തേരാപ്പാറ പറഞ്ഞതല്ലേ അവിടെ. ആ കിടന്ന സ്ഥലത്ത് തന്നെ കുഴി വെട്ടി അവിടെ തന്നെ മൂടിയായിരുന്നു ഒരാളെ. അതിനെക്കുറിച്ച് അറിയാമോ? ഓടിച്ചു പിടിച്ചു. തെളിവ് വേണോ? പറഞ്ഞുതരാം. തെളിവ് വേണം, തരാം. തല്ലി കൊത്തി കൊന്ന് കെട്ടി തൂക്കി, മരത്തിൽ കെട്ടി തൂക്കി
ആ കെട്ടി തൂക്കി ചത്ത ഒരു സാധനത്തിനാണോ ദൈവം എന്ന് പറഞ്ഞ ആരായിരിക്കും? നിങ്ങളാണോ മറ്റുള്ളവരെ കളിയാക്കാൻ നടക്കുന്നത്? അയ്യയ്യേ എന്തൊരു എടാ ഒറ്റക്കാല് ആരൊക്കെയോ ചുവന്നുകൊണ്ട് നടക്കുന്ന ഒറ്റക്കാലിന് ചുവന്നുകൊണ്ട് നടക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ലടേ. മനസ്സിലായോ? ഒറ്റക്കാലിന് ചുവന്നുകൊണ്ട് നടക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. 3 ദിവസം കിടന്ന കഷ്ടപ്പാട് അയാള് വരെ നരകത്തിൽ ചാടുമെന്ന് പറഞ്ഞേക്കുന്നത്. അവസാനം അയാള് വരെ നരകത്തിൽ ചാടി ചാവുമെന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെയുള്ള ഒരു തന്നെ ചോക്കേണ്ട ഗതികേടില്ലേ? എന്തോരു നാണക്കേടാ മുനീറ, എന്തൊരു നാണക്കേടാ ഇത്. എന്തൊരു നാണക്കേടാ. മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ നിങ്ങൾ അതുപോലെ വളർത്തുമാന്റെ ഭാര്യയെ കണ്ടപ്പോ ഏതാണ്ടൊക്കെ തോന്നി അവിടുന്ന് അടിച്ചുകൊണ്ട് വരുന്നു. ആ കഥ അറിയോ? എന്തൊരു നാണക്കേടാ മുനീറേ. അയ്യേ, സ്വന്തം അമ്മയെ ഗർഭിണിയാക്കിയതല്ലേ നിങ്ങളെ ദൈവം? അല്ലേ? അതാണോ ദൈവം? കുപ്പക്കൊന്നല ഈന്തപ്പനായിരുന്നു മുഹമ്മദിന്റെ മുഹമ്മദിനെ വിളിക്കുന്ന പേര്. അതെന്തേ അങ്ങനെയുള്ള ഒരുത്തന്റെ അടിമയായിട്ട് നടക്കുക നാണല്ലോ അടിമകളെ. മുനീർ ഈ മുഹമ്മദിന് എന്തിനാ കറുത്ത പട്ടികളെ പേടി? അതൊന്ന് പറഞ്ഞുതരാമോ? നീ തെളിവ് അല്ല ഇവിടെ എഴുതിട്ടാലും മതി. കറുത്ത പട്ടിയെ പേടി എന്ന് പറഞ്ഞിട്ട് പാവം മുനീർ. ഇത് ഇവർക്കൊന്നും അറിയാതെ കിടന്ന് കയ്യും കാലിട്ട് അടിക്കുകയും ചെയ്യും. പക്ഷെ പാവങ്ങൾക്കൊന്നും പറയാനൊട്ട് ഇല്ല താനും. പിന്നെ ഈ തെറിവിളി തന്നെ. കൂടപ്പിറപ്പാണ് അത്. വാസ്തവത്തില് ഉത്തരം മുട്ടുമ്പോൾ ഈ കൊഞ്ചനം കുത്തുക ഇങ്ങനെയൊക്കെയുള്ളതായത് മുസ്ലിങ്ങളുടെ കൂടപ്പിറപ്പാണ്. അതിനാണ് ഈ തക്കിയ എന്ന് പറയുന്നത്. ജയിക്കാൻ വേണ്ടി എന്തും വിളിച്ച് പറയും. ഇല്ലയോ? ഇതൊക്കെ ഇവരിങ്ങനെ കേൾക്കുകയല്ലേ. കാരണം ഇവർക്കൊന്നും അറിയില്ലല്ലോ ഖുർആനിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാണ് അർത്ഥം എന്നൊന്നും അറിയത്തില്ല. അത് ഈ മുനീറിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത്. കാരണം ഇങ്ങനെ ഖുർആൻ അറിയാത്തവർക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് എന്താ പറയാ, അവരെ പ്രവാചകനെ കുറിച്ചോ അള്ളാഹിനെ കുറിച്ചോ അത് പറഞ്ഞു എന്നുള്ള രക്തം തിളക്കുകയാണ്. ആത്മാർത്ഥതയാണ് മുനീറിനുള്ളത്, സത്യ. പക്ഷേ പുള്ളിക്കാരന് ഖുർആൻ അറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ക്രിസ്ത്യാനികള് കള്ളം പറയാന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെയല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ അതിനെ കുറിച്ച് പറയണ്ട. പോട്ടോ പുള്ളി. അല്ല, അത് ശരിയാ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈസയും യേശുവും രണ്ടും രണ്ട് ക്യാരക്ടർ ആണേലും ഇപ്പൊ ഇങ്ങനെ പറഞ്ഞേച്ച് അപ്പുറത്തെ മുറി പോയിരുന്നേച്ച് വേണമെങ്കിൽ പറയും ബൈബിളിൽ യേശു തന്നെയാ ഖുർആനിൽ ഈസ എന്ന് പറയുകയും ചെയ്യും. അതെ അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയുക. ഖുർആനിലെ യേശുവും ഈസയൊക്കെ ഒന്നാണ് എന്നൊക്കെ ഉള്ളേ. കാരണം ജയം കിട്ടണ്ടേ ഇവിടെ. ജയിക്കാനായിട്ട് നമ്മളല്ലാന്ന് പറഞ്ഞാലും അവര് പറയാണ്. നമ്മൾ പറയാം അബ്രഹാം ഇബ്രാഹിം ഒന്നല്ല, അവര് പറയാണ്. മറിയാവും മേരിയും ഒന്നല്ല എന്ന് പറഞ്ഞ ആണ് എന്ന് പറയും വീണ്ടും അവര്. കാരണം അവർ പിടിച്ചു നിൽക്കണ്ടേ. പിടിച്ചു നിൽക്കാൻ ഒരു വഴിയില്ലല്ലോ. അപ്പൊ പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുമ്പ എങ്ങനെയും കിട്ടാനുള്ള ഒരു അനുഭവമാണ് ഇത്.